എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് നേപ്പാളിലാണ്. നേപ്പാളിൽ താൻസൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ 3-ാം ദിവസമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് പോകണം, തിരിച്ച് നമ്മുടെ ബസ്സിലേക്ക് പോകണം, വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് എല്ലാവരും ഫ്രഷായി ഇനി ബ്രേക്ക്ഫാസ്റ്റിന് താഴേക്ക് ഇറങ്ങാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഇന്ന് വേറെ സ്ഥലങ്ങളൊന്നും അങ്ങനെ കാണാൻ വലിയ പ്ലാനൊന്നുമില്ല. ഇന്ന് നമ്മൾ നേച്ചർ ബ്യൂട്ടി ഒക്കെ ഇങ്ങനെ കണ്ട് പോകും. പോകുന്ന വഴിക്ക് പറ്റിയ ഷോപ്പിംഗ് ചെയ്യുന്ന സ്ഥലത്ത് ഒന്ന് ഇറങ്ങണമെന്നുണ്ട്. ഷോപ്പിംഗ് മോളല്ല, ഷോപ്പിംഗ് മോളും ഉണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഷോപ്സായിട്ട് ഉണ്ടെന്ന് പറഞ്ഞത്. ഞങ്ങൾ കണ്ടിട്ടില്ലേ, ഫസ്റ്റ് ടൈം പോകുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് വിൻ്റർ ക്ലോത്ത്സ് കാര്യങ്ങളെല്ലാം ഷോപ്പിങ്ങിനൊക്കെ ഇപ്പോഴും നല്ല തണുപ്പ്, ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പറ്റിയ ഇറങ്ങും. അങ്ങനെ ഇറങ്ങി ആ വഴി പിന്നെ വീട്ടിലേക്ക് പോകും. വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിലേക്ക് എത്തണം. നമ്മൾ പാസ് എടുത്തേക്കുന്നത് ഇങ്ങനെ 3 ദിവസത്തേക്ക്. അപ്പോൾ ഈ 3 ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചിവിടുന്ന് പോയിരിക്കണം. അതാണ് ഇവിടുത്തെ റൂള്. അങ്ങനെ പിന്നെ വേറെ എന്താ, ഇവിടെ നമുക്ക് റേഞ്ച് കാര്യങ്ങളൊന്നുമില്ല. ഹോട്ടലിലൊന്നും നമ്മൾ താമസിക്കുമ്പോൾ മാത്രം അവർ വൈഫൈ തരുന്നത് വെച്ചാണ് നമ്മൾ നാട്ടിലേക്ക് കണക്ട്, മീൻസ് നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നാട്ടിലേക്കൊക്കെ നമ്മൾ വാട്സപ്പ് മെസ്സേജ് വിടുന്നതോ കോൾ ചെയ്യുന്നതൊക്കെ. കാരണം നമ്മുടെ ഇന്ത്യ അല്ലല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ വൈഫൈ ഇവിടുന്ന് കിട്ടണം. നമ്മുടെ സിമ്മൊന്നും ഇവിടെ അല്ലാണ്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോൾ തൽക്കാലത്തെ വിശേഷങ്ങൾ. എന്തായാലും 2 ദിവസം നന്നായിട്ട് അടിച്ചു പൊളിച്ചു. നല്ല സൂപ്പർ തണുപ്പാണ്. ഇന്നലെ രാത്രി ഇവിടെ 10 ഡിഗ്രി ആയിരുന്നു. ഇന്നായാലും നല്ല തണുപ്പാണ്. സൂപ്പർ തണുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തണുത്ത് ഇറച്ച് കോച്ചുന്ന തണുപ്പ്. അപ്പോൾ കാറിൻ്റെ ഉള്ളിലൊന്നും നമുക്കറിയില്ല കേട്ടോ, അധികം നമ്മൾ അടഞ്ഞ് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ ഇപ്പോഴേ എല്ലാവരും റെഡിയായി താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ ഹോം സ്റ്റേ ഇതാ ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ റൂം ഇതാ ഇവിടെയായിരുന്നു. സുമ ടീച്ചറുടെ റൂം ഇതാ ഇവിടെ, ജെപി സാർ സുമ ടീച്ചറുടെ റൂം ഇവിടെയായിരുന്നു. പിന്നെ 2 പേര് മോളിൽ, ഒരു ഫാമിലി പിന്നെ തിരിച്ചു പോയി. ഇനി ഞങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ ചെറിയൊരു ടേബിളുണ്ട്. ഹോം സ്റ്റേ ആയതുകൊണ്ട് അങ്ങനെ വലിയ ആർഭാടമായിട്ടൊന്നുമില്ല. ചെറിയ ടേബിൾ, അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങണം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നെന്താ ഇവിടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി. ഇന്നെന്താ സ്പെഷ്യൽ? ഇവിടെയൊക്കെ കഴിഞ്ഞു. ആലു പൊറോട്ട. പിന്നെ പൊറോട്ട, സബ്ജി, പിന്നെ അച്ചാറ്, പിന്നെ ചായ. ഓക്കെ, ഇവിടെ 5 കഴിക്കാനിരിക്കുന്നുണ്ട്. താങ്ക് യു. അപ്പം എനിക്കുള്ള ചപ്പാത്തി എത്തിയിട്ടുണ്ട്. ആ ചേച്ചി അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടോ, നല്ല നേപ്പാളി ചേച്ചിയാണ്. ചേച്ചി അവിടെ നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെ കൂടെ അവിടെ ഒരു ചേട്ടനുണ്ട് സഹായിക്കാൻ. അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഹോം സ്റ്റേ ഒക്കെ കഴിഞ്ഞ് പോകണം. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേയിൽ ഇവിടെ ഉണ്ടായിരുന്ന ചേച്ചി. ഇവരുടെയാണ്, ഇവർ ഓണറാട്ടോ. അപ്പോൾ ഇവരുടെയാണിത്. അപ്പോൾ ഇവരാണ് നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. हाय हाय बाय 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 बाय. नाम होम स्टे का नाम बताइए. फिश टेल എന്നാണ് പേര്. നമസ്തേ. Thank you very much for visiting our Fish Tail home stay. See you again. Have a nice journey. Thank you. How is feel today? Very nice. Dinner and breakfast and accommodation. Breakfast, accommodation, yesterday's supper, everything very nice. Thank you very much. We all enjoyed. Okay, thank you very much. Have a nice journey. See you. Thank you. Bye bye. അവർക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാട്ടോ. നമ്മുടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ നിർത്തിച്ചേക്കാം ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. എല്ലാവരും ഫോട്ടോയ്ക്ക് വേണ്ടി നിൽക്കാം. ദീദി ആയിയേ. Okay, bye bye. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം എത്ര മണിയായി സമയം അറിയോ? 9:26. അപ്പോൾ 9:30 ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ വെയിൽ. പക്ഷെ രാത്രിയിലും രാവിലെയൊക്കെ സൂപ്പർ തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. വെയിൽ മാറിയ തണുപ്പാണ്. പക്ഷെ ഇപ്പോൾ കാറ്റുണ്ട്. പക്ഷെ എന്നാലും വെയിൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട്
മൊത്തം പൈൻ ട്രീസ്. ഉച്ചക്ക് ഫുഡ് കഴിച്ചത് ആ ഒരു റോട്ടിൽ കൂടെ പോയിട്ട് ഇനി ഇവിടെ അങ്ങോട്ട് ഇതാ 2 സൈഡും ഫുൾ പൈൻ ട്രീസ്. ഫുഡൊക്കെ ഞങ്ങൾക്ക് നേപ്പാൾ ഫുഡ് കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കഴിച്ചു എല്ലാവരും. രാവിലെ ഇന്ന് ഇവർ പറയുന്ന പറാട്ടയും എന്താ മിക്സ് സബ്ജി അല്ലായിരുന്നോ? അല്ല, കോളിഫ്ലവർ പൊട്ടറ്റോ അല്ലേ? ആ മിക്സ് തോന്നുന്നു. പിന്നെ ആലു ഫ്രഞ്ച് ഫ്രൈസ് അതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റാഡിഷ് അച്ചാർ. ഇവിടെ ഞങ്ങൾ എവിടെ ഫുഡ് കഴിക്കാൻ പോയപ്പോഴും അവർ നമുക്ക് റാഡിഷ് പിക്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നേപ്പാളിലത്തെ ഒരു വെരി മസ്റ്റ് ഐറ്റമാണെന്ന് മനസ്സിലായി. എല്ലാ ഫുഡിലും അവരത് വെക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചായാലും ഡിന്നർ ആയാലും ഒക്കെ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട് റാഡിഷ് പിക്കിൾ. നല്ലതായിരിക്കും, ഷുഗറൊന്നും ഇല്ലാതെ കൊളസ്ട്രോളൊന്നും ഇല്ലാതെ അല്ലേ. ഇവരിവിടെ ഫ്രൂട്ട്സ് ഒക്കെ കണ്ടപ്പോൾ ഇവിടെ നല്ല ഫ്രൂട്ട്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ ഓറഞ്ച് ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണല്ലോ. ഇവരിങ്ങനെ ഓറഞ്ച് വാങ്ങിക്കുകയാണ്. അത് നേപ്പാൾ മണി 140 രൂപ ആണ് കിലോ. ഇവർ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. എല്ലാവർക്കും കുറേശ്ശായിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഓറഞ്ച് എല്ലാവരും മേടിക്കുന്നുണ്ട്. നേപ്പാളിന് 140 രൂപ. Turn off your phone and off your mind. Look at you so bright. 멈출 수 없어 지금이야. Oh, I'll take you to the moon. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് ഇനി വീണ്ടും യാത്ര തിരിച്ചേക്കണം. ഇത് പിന്നെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഈ ഓറഞ്ചൊക്കെ നമ്മൾ തന്നെ കാണുന്നുണ്ട് ഇവിടെ. ഇവരുടെയൊക്കെ വീടുകളിലൊക്കെ പല വീടുകളിലുണ്ട് ഓറഞ്ച് കൃഷി. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒറിജിനൽ കിട്ടാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചതാണ്. നമ്മളങ്ങനെ ടാൻസൻ സിറ്റി വിട്ട് അങ്ങനെ പോവാണ് പയ്യെ. ഇനി നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങണം. എന്നാ പാൽപ്പ ഇനി നമ്മൾ ബുട്ടുവൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. അതെ, ഈ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങണം. ഇറങ്ങി പോവാം. ഇവിടെയൊക്കെ കണ്ടോ ബോഗൈൻ വില്ല, എന്ത് രസാ. ഇവിടെയൊക്കെ പൈൻ ട്രീസാ. ഇതേ പോണ നമ്മുടെ റജി സാറിന്റെ വണ്ടി. നമ്മളിങ്ങനെ കമ്പനി ആയിട്ട് പോകുമ്പോൾ രസം കേട്ടോ. എല്ലായിടയ്ക്കൊക്കെ ഇങ്ങനെ ദൂരെ യാത്ര പോകുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ച് പോകുമ്പോൾ നല്ല രസമാണ്. എല്ലാവിടെയൊക്കെ വെച്ച് വഴി തെറ്റിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ ചോദിച്ചു പോകാം. അങ്ങോട്ടേക്ക് പോയ സമയത്ത് ഇവിടെ നമ്മൾ ഇറങ്ങി ചായയൊക്കെ കുടിച്ചായിരുന്നു. ഇതേ കണ്ടോ, വെൽക്കം ടു പാൽപ്പ എന്ന് എഴുതിയേക്കണ ബോർഡ്. അതെ, ഇവരൊന്നും ഇപ്പൊ എണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എന്ത് രസാ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ആ താൻസൻ സിറ്റി കണ്ടത്. നമ്മൾ ഏറ്റവും മുകളിലായിരുന്നു. അതിന്റെ മുകളിൽ ആ ടവറിന്റെ മുകളിൽ ആ ടവറിന്റെയാണ് നമ്മൾ കയറിയത്. ആ കിട്ടും. അവിടെ നിൽക്കും, ഒരു മിനിറ്റ്. അതാ കണ്ടോ, ആ ടവറിന്റെ മുകളിലാണ് നമ്മൾ കയറി വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തത്. അങ്ങ് എന്റെ അമ്മോ, വാ അടിപൊളി. അങ്ങനെ മല ഇറങ്ങി നമ്മൾ ഇവിടെ വരെ എത്തി.
അങ്ങനത്തെയൊക്കെ വ്യൂ കാണാറില്ലേ ഫോട്ടോ വീഡിയോയിലും സിനിമയിലും ഒക്കെ. ഏതാണ്ട് ആ ഒരു ഫീല് വരുന്നുണ്ട്. എത്രയോ മലകൾ ഇങ്ങനെ. ഇവിടെയൊക്കെ റോഡ് നല്ലതാ, കുഴപ്പമില്ല. നമ്മളിനി ദുർഘടം പിടിച്ച റോഡിലേക്ക് കിടക്കാൻ പോവാണ്. ഇന്നലെ നമ്മൾ ടണലൊക്കെ കണ്ടില്ലേ? ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് ടണലൊക്കെ കണ്ട് ആ റോഡിലേക്ക് കിടക്കണം. ഇവിടെ നമ്മൾ വണ്ടി നിർത്തിയേക്കാണ്. ഇവിടുന്ന് ഇവർക്ക് പച്ചക്കറി നോക്കണം. പിന്നെ ചെറുപഴം ഒക്കെ ഇവിടെ കണ്ടു കേട്ടോ. അപ്പോൾ താങ്ക് യു. ചെറുപഴം, പച്ചക്കറി എന്ത് വാങ്ങിക്കാനൊന്നും അറിയില്ല. എന്ത് വാങ്ങിക്കാനാ? ചെറുപഴം. ഓക്കെ, ചെറുപഴം വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയേക്കെന്താ? എന്നാ നോക്കാം. ആ മുളക് അല്ലേ? ആ ഉണ്ടമുളക്. അത് ഉണ്ടമുളക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ കണ്ടു. ഞങ്ങൾ പറഞ്ഞു വിനാഗിരി ആയിരിക്കോ? അറിയില്ല, ആയിരിക്കും. എനിക്കിത് മേടിക്കണം. എന്നാ വാങ്ങിക്കേ. ആണോ? പക്ഷെ മുളക് കൂടെ കിടക്കണ്ടല്ലോ, നമുക്ക് മുളക് വാങ്ങിക്കാലോ. ഇവിടെ നോക്കിയാൽ ഈ ഉണ്ടമുളക് എന്ത് രസാന്ന് ഉണ്ടോ? ഉണ്ടമുളക് ഇങ്ങനെ ബാസ്ക്കറ്റിൽ വെച്ചേക്കണേ. പിന്നെ ഇവിടെ പിക്കിളിട്ട് വെച്ചിട്ടുണ്ട്. പയറുണ്ട്, പയറിങ്ങനെ കെട്ട് നാടൻ പയർ, നാട്ടിലെ കേരളത്തിലെ പയർ. നമുക്ക് വാങ്ങിക്കാട്ടത്. മേടിക്കണം എന്തായാലും. വാങ്ങിക്കാം. ചെറിയ കട, ചെറിയ കട, മധുരക്കിഴങ്ങ്, ചെറിയ ഷോപ്പാണ്. പക്ഷെ ഒരുവിധ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഓറഞ്ച് നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് പഴം വാങ്ങിച്ചിട്ടുണ്ട് ഒരു. പക്ഷെ പുളിയാണ് പഴത്തിന്. കേരള പഴം ഒന്നല്ല, നമ്മുടെ ചെറുപഴം. അപ്പൊ അതുകൊണ്ട് ഇനി വാങ്ങിക്കുന്നില്ല. ഒരു പാക്കറ്റ് കൊണ്ട് വാങ്ങിച്ചിട്ടുള്ളൂ. ഓക്കെ, എന്നാ പോവാം. നമ്മള് അവിടുന്ന് പോന്നു. അവിടുന്ന് പയറ് ഒന്നും വാങ്ങിച്ചില്ല നമ്മള്. പച്ചമുളക് കൊണ്ട് അവിടുന്ന് നമ്മള് പഴം മാത്രം വാങ്ങിയുള്ളൂ. അപ്പൊ ഇവിടെ വന്നപ്പോ നല്ലൊരു പച്ചക്കറി മാർക്കറ്റ് കാണുന്നുണ്ട്. പുറകിലുണ്ട്. പയറ് കിട്ടിയോ? ഇതാണ് സാധനം. ഇതാ ബീൻസ്. എവിടെയുണ്ട്? എന്നാ പയറ് ഇരിപ്പുണ്ടതാ. ആ കൊടുക്ക നീ എടേ, അതവിടെ വെച്ചിട്ട് വാ. ഇതിട്ട് ഇവിടുന്ന് മേടിക്കാം. ഇവിടെ പറഞ്ഞ ഇരിപ്പുണ്ട്. നമ്മളിതേ പയറ് ഒരു കെട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ബീൻസ് അവിടെയാണ് കുറച്ചും കൂടെ വലുത്. പിന്നെ ആ പയറ് നല്ലതാണല്ലോ. ഇവിടെയൊക്കെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആട്ടോ. ഇവരൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഇവിടെ നിന്ന്. നമ്മളവിടുന്ന് പയറും ബീൻസും വാങ്ങി. ഇനി ഇതേ അടുത്തത് നോക്കാൻ വന്നേക്കാം. ഇവിടെ നിന്ന് വാങ്ങിക്കണേ. നമ്മള് പച്ചമുളക് വാങ്ങിയിട്ടുണ്ട്. റോഡ് സൈഡിലാട്ടോ ഇതൊക്കെ പച്ചക്കറികൾ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പച്ചക്കറികളുണ്ട്. അത് നല്ല ഫ്രഷ്. ഇവർ കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കുന്നേ ഉള്ളൂ. നേപ്പാളിക്കാരുടെ കടകളാണ് അടുപ്പിച്ചിങ്ങനെ. ചെറുപഴം നമുക്ക് കാണുമ്പോൾ ചെറുപഴം എന്ന് തോന്നുമെങ്കിലും നമ്മുടെ കേരള ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നല്ല കേട്ടോ. പുളിരസം ഉണ്ടെന്ന് പറഞ്ഞവർ. അപ്പോൾ അതുകൊണ്ട് അത് എടുത്തില്ല. പക്ഷെ പച്ചക്കറിയൊക്കെ ഒരു മുൻപ് വാങ്ങി ഇവർക്ക് അറിയാം നല്ല പച്ചക്കറി എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ പയറും ബീൻസും പിന്നെ പച്ചമുളകും വാങ്ങിച്ചിട്ടുണ്ട്. ഇതവിടെ കിട്ടും. പക്ഷേ ഇവിടുത്തെ ക്വാളിറ്റി ആ ഒരു വെറൈറ്റി അല്ല. വെറൈറ്റി അല്ല നമുക്ക് അവിടെ കിട്ടുന്നത്. ഇവിടെയൊക്കെ ആകെ ഒരു ഇരുട്ട് പിടിച്ച പോലെ. മഞ്ഞല്ല, പക്ഷെ ആകെ ഒരു മഴക്കാറ് പോലെ. ഇവിടെയൊക്കെ ഇങ്ങനെ മൂടി ആകെ മല തന്നെ ശരിക്കും കാണാൻ പറ്റാത്ത മാതിരി മൂടലുണ്ട്. തിരിച്ചു പോകാൻ നേരത്ത് ഞങ്ങൾ രണ്ട് വണ്ടികളേ ഉള്ളൂ. 4 ഫാമിലി. സമയത്ത് 5 ഫാമിലി ഉണ്ടായിരുന്നു. അവരിന്നലെ രാത്രി വീട്ടിലെത്തി. അതെ, ഇന്നലെ അല്ല അവര്. ആണോ? ഇന്നലെ
അറിയാം. ആകെ മൂടി കെട്ടിയുള്ളൊരവസ്ഥ. വെയിലൊന്നും ഇവിടെ ഇല്ല. ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട സമയത്തൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങളോർത്തുനിന്ന് വെയിൽ ദിവസമാണ്, പക്ഷെ വെയിലൊക്കെ മാറി. കാലാവസ്ഥ ആകെ ഒരു കാർമേഘം വന്ന് നിൽക്കുന്ന പോലത്തെ ഒരവസ്ഥ. ഇവിടെ ലുംബിനി കേബിൾ കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പോയേക്കുന്ന ഇവിടെ ആ ഒരു സ്ഥലത്ത് ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ. മുകളിലേക്ക് ഇങ്ങനെ ഒരു പണിയുന്നുണ്ട് വീടുകൾ. ഇപ്പോൾ ബുഡ്വെല്ലെത്തി. ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് എവിടെയോ ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. പോയി നോക്കട്ടെ. എല്ലാവരും ഇങ്ങനെ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുവാണ്. അതെ, നമ്മളങ്ങനെ മാർക്കറ്റിലേക്ക് എത്തി എന്ന് പറയാം. ഇവിടെയൊക്കെ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഇവിടെ രണ്ട് സൈഡിലും കടകളൊക്കെ തുറന്നിട്ടുണ്ട്. വുളൻ ക്ലോത്ത്സ് ആണ് ഇവിടെ മെയിൻലി ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സ്നിഷ ടീച്ചറിൻ്റെ തണുപ്പ് കാരണം അവിടെ പോയി ചൂട് കഴിയും. ആ കടയുടെ മുമ്പിലൊരു തീ വെച്ചിട്ടുണ്ട് കത്തിക്ക്. അതിൻ്റെ അടുത്ത് പോയി ചൂട് കഴിയുന്നുണ്ടോ? എന്താ വാങ്ങിക്കേണ്ടതെന്ന് ഇങ്ങനൊന്നും ഒരു പ്രത്യേകിച്ച് പിടുത്തമൊന്നുമില്ല. ഇങ്ങനെ നടക്കണം. നല്ലത് വല്ലതും കാണണമെങ്കിൽ വാങ്ങിക്കുക. നമുക്ക് പറ്റിയ ഐറ്റംസ് വല്ലതും കണ്ടാൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നടക്കാണ്. അവർ കുറച്ച് പേര് അവിടെ ആ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ സൈഡിലുണ്ട് ഷോപ്പുകൾ. നമ്മൾ തണുപ്പത്തിടുന്ന ഐറ്റംസുകളാണ് നമുക്ക് ഇപ്പോൾ മെയിൻലി കിട്ടുക. കാരണം ഇപ്പോൾ നല്ല തണുപ്പാണല്ലോ. അപ്പോൾ കോട്ടൺ ക്ലോത്ത്സ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ കുറവായിരിക്കും. ഇപ്പോൾ വുളൻ കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുക. ജാക്കറ്റ് കാര്യങ്ങളൊക്കെ വിൻ്ററിലിടുന്ന ജാക്കറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഷോപ്പിൽ. ഇവരിങ്ങനെ കടകളൊക്കെ കണ്ടിങ്ങനെ നടക്കണം. ഏത് കടയിൽ നിന്നാണ് വാങ്ങണ്ടേ? കോസ്റ്റ്ലിയൊക്കെയാണ്. ഇവിടെയൊക്കെ ഉണ്ട് ബാഗുകൾ, ബാഗിൻ്റെയൊക്കെ ഷോപ്പ്. തണുപ്പത്ത് പാത്രം കഴുകാനുള്ള ഗ്ലൗസ്. ഒരു ഗ്ലൗസ് പാത്രം എങ്ങനെയുണ്ട് പ്രീത? അത് ആണോ? എത്രയും പോലെന്? നേപ്പാളി 160. നേപ്പാളി 160. നമുക്ക് മറ്റേതുപോലെ പാത്രത്തൊക്കെ എടുക്കാൻ കിട്ടായിരിക്കും വരികയില്ലാന്ന് വിചാരിക്കും. ആണോ? സുമ ടീച്ചർ ഹാഫ് എടുത്തു. സുമ ടീച്ചർ ഹാഫ് കാണിച്ച സുമു. ഇത് നല്ലതാണോ? നല്ലതാ സൃഷ്ടിക്ക് നല്ലതാ. ജാക്കറ്റ് ഇതേ എനിക്ക് മോള് ഇട്ടിട്ട് നല്ല രസമാണ്. ഫുൾ വുളൻ ചുരിദാറുകൾ. ഇവിടെ ഈ സൈഡ് മൊത്തം വുളൻ സാരികൾ, ഡ്രസ്സുകൾ, പിന്നെ തൊപ്പി, പിന്നെ കഴുത്തിക്കോടൊക്കെ ഇടുന്ന മഫ്ലർ കാര്യങ്ങൾ. ആണുങ്ങൾക്കുള്ള ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ, പക്ഷെ കൂടുതലും പെണ്ണുങ്ങൾക്കുള്ളതാണ്. വെൽവെറ്റ് പാൻറ് അങ്ങനത്തെയൊക്കെ ഉണ്ട്. ഇതവിടെയൊക്കെ ഉണ്ട് അങ്ങനത്തെ ആ ടൈപ്പ്. ഇവിടെ കണ്ടോ ഓറഞ്ചൊക്കെ? ഓറഞ്ച് കണ്ടോ? ഞെട്ടിയടക്കം ഇതാ നല്ല ഓറഞ്ച് കേട്ടോ. അടിപൊളി, സൂപ്പർ. എങ്ങനെയുണ്ട് മണമൊക്കെ? അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീണ്ടും ഇതാ വണ്ടിയുടെ അടുത്തേക്ക് എത്തി. അവരെവിടെ വണ്ടി കയറാൻ പോകണുള്ളൂ. ഇവിടെയൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇതാ കപ്പലണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു വറുത്ത കപ്പലണ്ടിയും വറുക്കാൻ പറ്റുന്ന കപ്പലണ്ടിയൊക്കെ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി. ഇതൊക്കെ ഇങ്ങനെ വിൻ്റർ സീസണിൽ കഴിച്ചാൽ നമുക്ക് നല്ല ശരീരത്തിന് നല്ല ചൂട് കിട്ടുന്നവർ പറയണം. അപ്പോൾ അത് അങ്ങനത്തെയൊക്കെ ഒരു ഇവിടെ വിൽക്കാനായിട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവിടെയും കാണുന്ന മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഓറഞ്ച് കേട്ടോ. ഓറഞ്ച് എല്ലാം അവിടെയും കാണാം. ഇവരുടെ ഈ നാട്ടിലുള്ളവരുടെ കൃഷിയാണ്, കൃഷി. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരണം. അങ്ങനെ എല്ലാവരും തിരിച്ചൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിച്ചുള്ളൂ.
ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല. അപ്പോൾ അങ്ങനെ ദേ വീണ്ടും വിട്ടു പോകണം. ഇവിടെയൊക്കെ ഇതാ ഫ്രൂട്ട്സ് ഏരിയയാണ്. അവിടെയൊക്കെ മൊത്തം വിൻ്റർ ഡ്രസ്സായിരുന്നു. അപ്പോൾ ഓരോ സീസൺ അനുസരിച്ച് അവരിങ്ങനെ വിൽക്കാൻ വയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് വിൻ്റർ ക്ലോത്ത്സാണല്ലോ അവിടെ. നമ്മൾ പിന്നെ അധികം ഒന്നും വാങ്ങിച്ചില്ല. ഞങ്ങൾ വെൽവെറ്റിൻ്റെ ഒരേ ടോപ്പും പാൻറ്റും എടുത്തു. എനിക്ക് എടുത്തൊരെണ്ണം, അഞ്ജുവിന് എടുത്തൊരെണ്ണം. പിന്നെ ഞാൻ വെൽവെറ്റിൻ്റെ ഒരു കെട്ടുന്ന നൈറ്റി എടുത്തു. സൈഡിൽ കൂടെ കെട്ടുന്നൊരു നൈറ്റി എടുത്തു. വിൻ്ററിലൊക്കെ ഇടാൻ നല്ല സുഖമായിരിക്കും. ഞങ്ങൾ പകലാണ് പോണെങ്കിലും മുകളിൽ കണ്ടോ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം ഓണാക്കിയേക്കണവർ. ആകെ ഒരു മോഡലാണ് മൊത്തത്തിൽ. മഞ്ഞ് അധികം ഇല്ല, പക്ഷെ മൊത്തത്തിലൊരു മൂടല്. പിന്നെ തണുപ്പാണ്, ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. എല്ലാവരും ഫോട്ടോയ്ക്ക് ആയിട്ട് പോസ് ചെയ്യട്ടെ. അതെ, ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴി വേറെ ഒരു ഷോപ്പിംഗ് മോൾ ഉണ്ട് കേട്ടോ, കുറച്ച് വലിയ ഷോപ്പിംഗ് മോള്. അപ്പോൾ അവിടെ കയറി എല്ലാവർക്കും കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുക, കിച്ചണിലേക്കുള്ളത്, വീട്ടിലേക്കൊക്കെ ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാമെന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു മോളിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും അവരാർക്ക് ആവശ്യപ്പെട്ട വേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കി ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് ബസ്സിലേക്ക് പോകുന്നത്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ കേക്ക്, പേസ്ട്രി, ഐസ്ക്രീം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പേസ്ട്രി ഒക്കെ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങളോട് ഒക്കെ ഷെയർ ചെയ്ത് കഴിച്ചിട്ടാണ് തിരിച്ച് വണ്ടി കയറുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിംഗ് മോളിലും പോയി ഇത്തിരി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു എല്ലാവരും. ഇനി അതൊക്കെ കഴിഞ്ഞ് ഇനി എന്താണോ അടുത്ത പ്ലാൻ, ഫുഡ് കഴിക്കാനാണോ? എന്തായാലും വണ്ടി ഇവിടെ സ്ലോ ആക്കിയിട്ടുണ്ട്, എന്താ കാര്യം എന്നറിയില്ല. അപ്പോൾ ഞങ്ങളിതേ ഇവിടെ വണ്ടി സ്ലോ ആക്കിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇതേ ഇവിടെ ഹോട്ടലിലേക്ക് കയറണം. ചെറിയൊരു ഹോട്ടലുണ്ട്. ചിക്കൻ ഫ്രൈ മറ്റേ ഗ്രീൻ ഇത് അഞ്ചിനുള്ള ചിക്കൻ എന്താടി? ചിക്കൻ മീൽ. ഇത് അഞ്ചിനുള്ള ചിക്കൻ മീൽ. ഞങ്ങളൊക്കെ വെജ് മീലാണ് പറഞ്ഞേക്കണേ. ഇത് ഞങ്ങളുടെ വെജ് മീല്. പരിപ്പ്, ചട്നി, മിക്സ് വെജിറ്റബിൾ, പിന്നെ ഇല. ഇത് മറ്റേ അച്ചാറല്ലേ? അല്ല, എന്നാ അറിയില്ല. അല്ല, അത് അച്ചാറല്ല, അത് കോളിഫ്ലവറും പൊട്ടറ്റോ ആയിട്ടുള്ള ഒരു സബ്ജി, ഒരു ഉപ്പേരി. ഇവിടെ അതിനകത്ത് മട്ടർ ഇട്ടിട്ടുള്ള വേറൊരു, ഇവിടെ ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടുള്ള വേറൊരു വെജിറ്റബിൾ. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ വണ്ടി തിരിക്കുകയാണ്. ഇനി നമുക്ക് വേഗം ഇവിടെ നിന്ന് വിട്ടു പോകണം, അല്ലെങ്കിൽ നമ്മൾ ബോർഡറിൻ്റെ അടുത്തേക്ക് എത്തില്ല. ടൈമിന് നമുക്ക് അങ്ങോട്ട് കടന്നു പോകേണ്ടതാണ്. 10 മണിക്ക് മുമ്പ് നമുക്ക് ബോർഡർ ക്രോസ് ചെയ്തിരിക്കണം. ഇത് അവിടെ നിന്ന് വണ്ടി തിരിക്കണുള്ളൂ. തിരിച്ചു വരുന്നുണ്ട്. ഇവിടെ കണ്ടിട്ട് ലുംബിനി ഗേറ്റ്. അപ്പോൾ ഇവിടെ ഭയങ്കര ചെക്കിങ് നോക്കിയാ. നമ്മളങ്ങോട്ട് ഇവിടെ നമുക്ക് വീഡിയോ ഫോട്ടോ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മുടെ വലിയൊരു എന്താ പറയുക, വലിയൊരു ടാസ്ക് കഴിഞ്ഞു, ചെക്കിങ്. എൻ്റെ പൊന്നെ, ഈ ബോർഡറിൻ്റെ അടുത്ത്, നേപ്പാൾ ബോർഡറിൻ്റെ അവിടെ, ഇന്ത്യൻ ബോർഡർ അല്ലേ? നേപ്പാളിൽ നിങ്ങൾ വരുമ്പോൾ ഇന്ത്യൻ ബോർഡറിൻ്റെ അവിടെ വലിയ ചെക്കിങ്ങാണ്. വണ്ടിയുടെ പേപ്പർ, പിന്നെ വണ്ടിയുടെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം, നമ്മുടെ ഡ്രസ്സുകൾ, സ്യൂട്ട് കേസ്, ബാഗ്, പിന്നെ നമ്മൾ ഇറങ്ങി ആധാർ കാർഡോ എന്തെങ്കിലും നമ്മുടെ ID കാർഡ് കാണിച്ച് അവിടുന്ന് ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളങ്ങോട്ട് കടത്തുള്ളൂ. വരും അവിടെ വീഡിയോ കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. വിസയും
പാസ്പോർട്ടൊന്നും വേണ്ട, പക്ഷെ ഈ വക ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തില്ല. ഐ കാർഡ് വേണം, ID കാർഡ് ഉണ്ടായാൽ മതി. വണ്ടിയുടെ പോകുന്നെങ്കിൽ വണ്ടിയുടെ പാസ് എടുക്കണം, വണ്ടിയുടെ പേപ്പറൊക്കെ ഉണ്ടായിരിക്കണം, എല്ലാം ലൈസൻസ് കാണിക്കണം, എങ്കിലേ വണ്ടിക്ക് അങ്ങോട്ട് കടത്തി വിടുള്ളൂ. തട്ടിപ്പ് കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മൾ 3 ദിവസത്തേക്ക് വണ്ടിക്ക് ചാർജ് ഉണ്ട്. 3 ദിവസത്തേക്ക് അവര് 800 രൂപ എടുത്തു. അത് നിങ്ങളുടെ 3 പേരുടെയും കൂടെ വണ്ടിക്ക്? ഒരു വണ്ടിക്ക് 800 രൂപ 3 ദിവസത്തേക്ക് എടുത്തതിന്. ഒരു ദിവസത്തേക്ക് എനിക്ക് എത്രയാണെന്ന് അറിയത്തില്ല. 500 രൂപ കുറഞ്ഞാൽ എടുക്കുകയല്ല, 500 ആയിരിക്കും ചിലപ്പോൾ. എന്തായാലും ഇങ്ങനെ നേപ്പാളിൽ പോയി തിരിച്ച് 4 മണിയായപ്പോൾ കഴിഞ്ഞു അല്ലേ നമ്മള്? 4 മണിക്ക് നമ്മുടെ ബോർഡറിന്റെ അടുത്തുള്ള ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ എത്തൊന്നുമില്ല കേട്ടോ, കുറെ കഴിയണം. ഇനി എത്ര മണിക്കൂറുണ്ട് ഇവിടുന്ന്? 2 മണിക്കൂറോളം എടുക്കും. 2-2.5 മണിക്കൂർ എടുക്കും നമ്മള് ഇനി വീട്ടിലെത്തുമ്പോഴേക്കും. 100 കിലോമീറ്റർ 97 കിലോമീറ്റർ ഉണ്ട്. 97 കിലോമീറ്റർ ഉണ്ട് ഈ ബോർഡറിന്റെ അടുത്തുനിന്ന് നമ്മുടെ വീട്ടിലേക്ക്, ബസ്സിലേക്ക്. അപ്പൊ പിന്നെ എന്തായാലും 2.5 മണിക്കൂർ കൂട്ടിക്കോ, അത്രയും സമയം എടുക്കും. അപ്പൊ അങ്ങനെ 4 മണിക്ക് നമ്മളിപ്പോ കടന്നു ബോർഡർ. അപ്പോൾ ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെ നേപ്പാളിന്റെ നേച്ചർ ബ്യൂട്ടിയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോകണം. ആകെ മൂടൽ മഞ്ഞ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. 4:30 ആയതേ ഉള്ളൂ, 7 മണി 6:30 ആയത് സ്ഥിതിയാണ്. ആകെ ഇരുട്ടായ പോലെയായി. ഇനിയിപ്പോ നമ്മളെത്തുമ്പോഴേക്കൊക്കെ ഇപ്പൊ തന്നെ ഇരുട്ടായ മാതിരിയായി. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു. ഓൾറെഡി 4:30 കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമുക്ക് ഇതേ വഴിയിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം ഓൺ ആയിട്ടുണ്ട്. അത്രയും മഞ്ഞായി. ഇതൊക്കെയാണ് ഞങ്ങളുടെ UP-യിലെ തണുപ്പിൻ്റെ സ്ഥിതി. ഇനി മുന്നോട്ടേക്ക് തണുപ്പ് കൂടുള്ളൂ, കുറയാൻ പോകണമെന്നില്ല ഇപ്പൊന്നും. അപ്പോൾ ജനുവരി ഫുൾ തണുപ്പ് തന്നെയായിരിക്കും, ഫെബ്രുവരിയിലും ഉണ്ടാവും. ഈ വർഷത്തെ തണുപ്പ് എത്രത്തോളം ഉണ്ടാവുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ 3-ാം ദിവസത്തെ നേപ്പാൾ വിശേഷങ്ങൾ. അപ്പം അങ്ങനെ 3 ദിവസം ഞങ്ങൾ നല്ലപോലെ തന്നെ എൻജോയ് ചെയ്തു. വീട്ടിൽ നമ്മളൊരു 6:30 കൂടിയൊക്കെ എത്തിയിട്ടോ. അപ്പം അങ്ങനെ അടിച്ചു പൊളിച്ച് ക്രിസ്മസ് ഹോളിഡേയ്സ് ആഘോഷിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഹോളിഡേ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഈജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.